ഹായ് ഫ്രണ്ട്സ്, മിസ്റ്റർ ആർട്ട് സ്ക്രിപ്റ്റഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡേ ട്രേഡേഴ്സിന് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് സ്കാൽപ്പിംഗ് എന്നാണ് അതിന് പറയുന്നത്. ജസ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതായത് നമ്മൾ ഇപ്പോൾ എക്സാമ്പിൾ ബിറ്റ് കോയിൻ തന്നെ എടുക്കുകയാണ്. അപ്പോൾ ബിറ്റ് കോയിനിലെ ടൈം ഫ്രെയിംസ് നോക്കിയിട്ട് നമ്മൾ നെക്സ്റ്റ് മൂവ്മെന്റ് ബിറ്റ് കോയിൻ മുകളിലേക്കാണോ താഴത്തേക്കാണോ പോകുന്ന രീതിയിലുള്ള അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നത്. സ്ട്രാറ്റജിക്ക് അനുസരിച്ചാണ് നമ്മൾ ഓർഡേഴ്സ് പ്ലേസ് ചെയ്ത് പ്രോഫിറ്റ് എടുക്കുന്നത്. പക്ഷേ ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രോഫിറ്റ്സ് കിട്ടാൻ ചാൻസ് കുറവാണ്. കാരണം ഇതിൽ മാക്സിമം 2%, 5%, 10%, അതിൽ പോയി കഴിഞ്ഞാൽ 20%, അതിൽ കൂടുതലൊന്നും പ്രോഫിറ്റ്സ് നിങ്ങൾ ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ച് പ്രതീക്ഷിക്കരുത്. പിന്നെ എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് കറണ്ട് മാർക്കറ്റ് സിറ്റുവേഷനും ന്യൂസും ഒക്കെ അനുസരിച്ചാണ്. ഇപ്പോൾ BTC ഡംപ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് നമ്മുടെ അതിൽ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ അത് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. ഇപ്പൊ കറന്റ് ബിറ്റ് കോയിൻ വല്ലാണ്ട് താഴത്തേക്കും മുകളിലേക്കും പോകാതെ ഏകദേശം ഒരു 35-ന്റെയും 39-ന്റെ ഇടയിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഈ സ്ട്രാറ്റജി അപ്ലൈ ചെയ്യാം. ബിറ്റ് കോയിനിലല്ല, ആൾട്ട് കോയിൻസിലാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ച് വലിയ രീതിയിലുള്ള പ്രോഫിറ്റ്സ് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. പിന്നെ ഈ ഞാൻ പറയുന്ന ഈ ഒരു ചെറിയ പ്രോഫിറ്റ് രീതികളിൽ മൾട്ടിപ്പിൾ ടൈംസ് നമുക്ക് എൻ്റർ ചെയ്തിട്ട് ഈ പ്രോഫിറ്റ്സ് എടുക്കാൻ പറ്റും. ഏകദേശം ഇപ്പോൾ ഒരു പ്രോപ്പർ ഡേ ട്രേഡ് ആണെങ്കിൽ ഈ ഒരു സ്കാൽപ്പിംഗ് സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് 1 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറിൽ കൂടുതൽ അവർ മേടിച്ച കോയിൻസ് ഹോൾഡ് ചെയ്ത് വെക്കില്ല. മാക്സിമം സെൽ ഓഫ് ചെയ്യും. അപ്പോൾ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇന്നലത്തെ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. എന്താണ് ടൈം ഫ്രെയിം, അതിൽ ഡാറ്റ ക്യാൻഡിൽസ് എന്തൊക്കെയാണ് റെപ്രസെന്റ് ചെയ്യുന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ വീഡിയോ ഇട്ടത്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടതിന് ശേഷം മാത്രം ഇതിലേക്ക് വരിക. അപ്പോൾ ഈ ഒരു സെയിം സ്ട്രാറ്റജി എൻ്റെ കസിന് ഞാൻ പറഞ്ഞിട്ടില്ല, അവൻ ലാസ്റ്റ് മന്ത് ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയ പ്രോഫിറ്റിന്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. ഈ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുള്ളൂ. പിന്നെ ഇത് ഞാൻ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്, അവന് പറഞ്ഞു കൊടുത്ത അതേ രീതിയാണ് നിങ്ങൾക്കും പറഞ്ഞു തരുന്നത്. പലർക്കും പല രീതിയായിരിക്കും ഡേ ട്രേഡേഴ്സിൽ ഉണ്ടാവും. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന രീതിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഞാൻ ആദ്യം മൊബൈലിൽ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള എന്തൊക്കെയാണ് നിങ്ങൾ മൊബൈലിൽ ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ ലാപ്ടോപ്പിൽ കാണിച്ചു തരാം. കാരണം ലാപ്ടോപ്പിലാകുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ആ സെയിം സാധനങ്ങൾ തന്നെയാണ് മൊബൈലിലുള്ളത്. മൊബൈലിലെ ഓപ്ഷൻസ് എവിടെയാണെന്നുള്ളത് ഞാൻ ആദ്യം കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പോൾ ചാർട്ട് അനലൈസ് ചെയ്യാൻ പോകുന്നത് ബൈനാൻസ് ആപ്ലിക്കേഷനിലൂടെയാണ്. ഏറ്റവും ബെസ്റ്റും ബൈനാൻസ് ആണ് എക്സ്ചേഞ്ചസിൽ ചാർട്ട് നന്നായിട്ട് കാണിക്കുന്നത്. കാരണം അവർ പാർട്ണർ ചെയ്തേക്കുന്നത് tradingview.com ആയിട്ടാണ്. അപ്പോൾ ട്രേഡിംഗ് വ്യൂ ആണ് ഇപ്പോൾ കറന്റ് എല്ലാ പ്രൊഫഷണൽ ട്രേഡേഴ്സും ചാർട്ടൊക്കെ അനലൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അതിന് പെയ്ഡ് ആണ് ആ വേർഷൻ. അപ്പോൾ നമ്മൾ ബിഗിനർ എന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും അത് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ബൈനാൻസിന്റെ ധാരാളം അതിൽ തന്നെ ആവശ്യത്തിനധികം ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് എങ്ങനെയാണ് ചാർട്ട് അനലൈസ് ചെയ്യണമെന്നൊക്കെ. അപ്പോൾ ഞാൻ അതിന്റെ ബേസിക് കാര്യങ്ങൾ മൊബൈലിൽ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. ബൈനാൻസിൽ ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് BTC തന്നെ എടുത്തേക്കാം. അപ്പോൾ ഇതിൽ ഇപ്പോൾ കറന്റ് 4 hour ടൈം ഫ്രെയിം ആണ്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. ഈ ഒരു സ്ട്രാറ്റജി സ്കാൽപ്പിംഗ് എന്ന് പറയുന്നത് ലോങ് ടേം ഹോൾഡേഴ്സിനും മിഡ് ടേം ഹോൾഡേഴ്സിനും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഇത് ഡേ ട്രേഡേഴ്സ്, അതായത് ഫുൾ ടൈം നമ്മൾ ചാർട്ട്സ് നോക്കിയിരിക്കണം, അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. പിന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് ചെറിയ രീതിയിൽ പ്രോഫിറ്റ് മതിയെങ്കിൽ ധാരാളം. ഈ ഒരു സ്കാൽപ്പിംഗ് സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് ഒരിക്കലും നിങ്ങൾക്ക് 100x 200x ഒന്നും പ്രതീക്ഷിക്കരുത്. അതൊന്നും കിട്ടത്തില്ല. ഞാൻ പറഞ്ഞ പെർസെൻറ്റേജ് അല്ല, 2, 5, 10 അല്ലെങ്കിൽ 20 മാക്സിമം, അതിൽ കൂടുതലൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. പക്ഷേ ആ 2% പ്രോഫിറ്റ് വെച്ചിട്ട് നമുക്ക് 20% ആക്കാൻ പറ്റും. കാരണം നമ്മൾ ആ സെയിം ട്രേഡ് 10 പ്രാവശ്യം ചെയ്താൽ മതി, അപ്പോൾ നമുക്ക് ആ പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ പ്ലേസ് ചെയ്യാൻ. കാരണം ഞാൻ പറഞ്ഞു, ഇത് മാക്സിമം ഈ ഒരു ട്രേഡിംഗ് ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് 1 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ മാക്സിമം നമ്മൾ ട്രേഡ് ചെയ്യുള്ളൂ. അതിന്റെ ഉള്ളിൽ നമ്മൾ ആ വാങ്ങിയ ഇത് എക്സിറ്റ് ചെയ്യും. കാരണം അപ്പോഴേക്കും ആ ഒരു പെർസെൻറ്റേജിലേക്ക് എത്തും. പിന്നെ ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടുള്ള എല്ലാതും നമ്മൾ വിജയകരമാകുമെന്ന് വിചാരിക്കരുത്. 10ൽ 8 എങ്കിലും നമ്മൾക്കത് വിജയകരമായിരിക്കും. ഞാനും ചെയ്തേക്കണേൽ എനിക്ക് 10ൽ 8, 7, 8, 9 വരെയൊക്കെ പോയിട്ടുണ്ട് ചില സമയത്ത്. ഡിപ്പെൻഡിങ് മാർക്കറ്റിംഗ് കണ്ടീഷൻസും. ഇപ്പൊ കറന്റ് ബിറ്റ് കോയിൻ സൈഡ് വേസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഈ ഒരു സമയത്ത് നമുക്ക് ബിറ്റ് കോയിൻ അല്ല, നമുക്ക് ഏത് കോയിൻസിലും ചെയ്യാൻ പറ്റൂട്ടോ. ഇതിൽ ജസ്റ്റ് കാണിച്ചാൽ എന്തൊക്കെ ചെയ്യേണ്ടത്. ഇപ്പൊ ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് കാണിക്കുന്നത് ക്യാൻഡിൽസ്, അതിന്റെ മുകളിൽ കൂടെ ഒരു 3 വരകൾ നിങ്ങൾ മുകളിൽ കണ്ടില്ലേ, പർപ്പിള്, ഒരു പിങ്ക്, ഒരു യെല്ലോ. ഈ 3 ഉദ്ദേശിക്കുന്നത് മൂവിങ് ആവറേജസ് ആണ്. അതിലത്തെ പർപ്പിള് 5 ദിവസത്തെയും പിങ്ക് 10 ദിവസത്തെയും അടിയത്തെ യെല്ലോ 20 ദിവസത്തെയാണ്. അപ്പൊ ഇതാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ. അതിൽ നമുക്കിപ്പോൾ ഇത് ഈ സാധനങ്ങൾ ഇതിൽ മൊബൈലിൽ കാണിക്കുന്നില്ലെങ്കിൽ നമ്മൾ വര കണ്ടില്ല, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇൻഡിക്കേറ്റേഴ്സ് ക്ലിക്ക് ചെയ്തിട്ടും MA ക്ലിക്ക് ചെയ്യുക. MA ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് 5, 10, 20 എന്ന രീതിയിൽ കാണിക്കാം. അതായത് 5 ദിവസം, 10 ദിവസം, 20 ദിവസം. നമുക്ക് കളർ മാറ്റണമെങ്കിൽ കളർ മാറ്റാം, തിക്നെസ് കൂട്ടണമെങ്കിൽ തിക്നെസ് കൂട്ടാം. പിന്നെ അതേപോലെ തന്നെ ഡേറ്റുകൾ മാറ്റണം. അപ്പോൾ 5 മാറ്റിയിട്ട് 3 ആക്കാം, 10 മാറ്റിയിട്ട് 7 ആക്കാം, 20 മാറ്റിയിട്ട് 13 ആക്കാം. അതിന്റെ ഇഷ്ടമുള്ള കൊടുക്കാം. അപ്പോൾ അത് ഓൺ ആക്കി കിട്ടാൻ ഈ രീതി കാണിക്കും. ഈ ഇത് കാണിക്കുന്നത് മൂവിങ് ആവറേജ് ആണ്. പിന്നെ ഏറ്റവും അടിയിൽ ഈ കാണിക്കുന്നത് വോളിയം, അതായത് എത്ര വോളിയൂമിലാണ് അത് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ ഇവിടെ വലിയൊരു ഡംപ് വന്ന സ്ഥലത്ത് തന്നെ നോക്കി നോക്കാം. അവിടെ വന്നേക്കുന്നത് വലിയൊരു കാൻഡിൽ വന്നിട്ടുണ്ട്. അതിന്റെ അടിയിൽ വോളിയൂമിൽ കൊടുത്ത് കണ്ടില്ലേ, അവിടെയാണ് ഏറ്റവും വലിയ ഹൈറ്റ് ഉള്ള ബാർ ഗ്രാഫ് വന്നിട്ടുണ്ട് റെഡിൽ. അത് അവിടെ അത്രയും ഡംപ് അത്രയും വോളിയൂമിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പൊ വോളിയൂമാണ് അടിയിൽ കാണിക്കുന്നത്. അതും ഈ ഒരു
സ്ട്രാറ്റജിയിൽ നോക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ കൂടുതലും നമ്മൾ നോക്കേണ്ട കാര്യം ഈ മൂവിങ് ആവറേജ് ആണ്. അതായത് 5, 10, 20 ആ രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള ഡേറ്റ്സ് കൊടുക്കാം. അതിനനുസരിച്ച് അതിന്റെ ഡാറ്റ ഡിഫറൻസ് ആയിരിക്കും. എന്നിട്ട് നമ്മൾ ഇതിൽ ചെയ്യേണ്ടത് മോറിൽ പോയിട്ട് ടൈം നമ്മൾ 5 മിനിറ്റ് കൂടുമ്പോഴുള്ള ഡാറ്റ നമ്മൾ എടുക്കേണ്ടത്. കാരണം ഇതിൽ ഞാൻ പറഞ്ഞല്ലോ 1 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെയാണ് മാക്സിമം നമ്മൾ ട്രേഡ് എടുക്കുന്ന ടൈം. അതിൽ കൂടുതലൊന്നും നമ്മൾ യൂസ് ചെയ്യരുത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മൊബൈലിൽ കാണിച്ചു തന്നെ എന്തൊക്കെയാണ് മാറ്റിയിട്ട് സെറ്റിംഗ്സ് നോക്കേണ്ടതുള്ളത്. ഇനി നമുക്ക് ലാപ്ടോപ്പിലേക്ക് പോകാം. അതിലാകുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വലിയ സ്ക്രീനിൽ മനസ്സിലാവും എന്താ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ബൈനാൻസ് ഓപ്പൺ ചെയ്ത് ട്രേഡിൽ പോയിട്ട് BTC എടുത്തിട്ടുണ്ട്, USDT. ഇതാണ് നമ്മുടെ ഗ്രാഫ്, അതായത് ടൈം ഫ്രെയിമിൻ്റെ ചാർട്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഇത് മാക്സിമൈസ് ചെയ്യാണ്. അപ്പോഴാണ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ ഇതിൽ സെയിം പോയിട്ട് ഈ ഒരു സെയിം ഇൻഡിക്കേറ്റർ ഉണ്ടായാലും മൂവിങ് അവറേജിൽ ഇപ്പോൾ ഓൾറെഡി 7 ഡേയ്സ്, 25 ഡേയ്സ്, 99 ഡേയ്സ് കാണിക്കുന്നുണ്ട്. അത് മാറ്റിയിട്ട് ഞാനത് 7 ഡേയ്സ് എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് 5 എന്ത് വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ 5 കൊടുക്കുന്നു. പിന്നെ സ്റ്റൈലിൽ ഇതിൻ്റെ തിക്നെസ് കൂട്ടിയൊക്കെയാണ് മനസ്സിലാവാനായിട്ട്. കളർ യെല്ലോ ആണ്. ഓക്കെ. പിന്നെ സെക്കൻഡിൽ പോയിട്ട് 25 മാറ്റിയിട്ട്, ഇതിപ്പോൾ എൻ്റെ രീതിയാണ്. ഞാനൊരു 10 ദിവസം എടുത്ത് നോക്കുക. പിന്നെ സ്റ്റൈൽ മാറ്റിയിട്ട് പിങ്ക് കളറാണ് 10 ഡേയ്സിൻ്റെ മൂവിങ് ആവറേജ്. അതേപോലെ തന്നെ ഇത് ഞാനൊരു 15 ദിവസം വയ്ക്കുകയാണ്. 15 ദിവസത്തെ മൂവിങ് ആവറേജ് സ്റ്റൈല് പർപ്പിൾ കളർ. അപ്പോൾ ഇതിൽ മഞ്ഞ ഉദ്ദേശിക്കുന്നത് 5 ഡേയ്സ് മൂവിങ് ആവറേജും, പിങ്ക് യൂസ് ചെയ്യുന്നത് 10 ഡേയ്സ് മൂവിങ് ആവറേജും, റെഡ് 15 ഡേയ്സ് മൂവിങ് ആവറേജും ആണ്. എല്ലാത്തിലും സെയിം തന്നെയാണ്. അത് കിട്ടി ഈ സാധനം നമുക്ക് വേണമെങ്കിൽ ക്ലോസ് ചെയ്ത് കളയാം. ഇവിടെ ക്ലോസ് ചെയ്ത് ഈ 3 ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ ഇല്ലെങ്കിൽ കൂടി നമുക്ക് ഇവിടെ പോയിട്ട് മൂവിങ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മൂവിങ് ആവറേജ് കിട്ടും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര എണ്ണം വേണമെങ്കിൽ ആഡ് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് റിമൂവ് ചെയ്യണമെങ്കിൽ എക്സാം നടത്തിക്കൊണ്ടിരുന്നത് ഇത് റിമൂവ് ആയിക്കും. അപ്പോൾ ഇത് ഞാൻ ലാപ്ടോപ്പിലാണ്. മൊബൈലിൽ അതേപോലെ തന്നെ 5 എണ്ണം ആഡ് ചെയ്യാം, 5 വരെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ ചെയ്യേണ്ടത് ഇനി ഇതിൽ പോയിട്ട് ഇപ്പോൾ 15 മിനിറ്റ്സ് ആണ് ടൈം ഫ്രെയിം. അത്രയും ഒന്നും പാടില്ല. നമ്മൾ മാക്സിമം 1, 3, 5 ഞാൻ 5 മിനിറ്റ് എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതനുസരിച്ച് ചെയ്യാവുന്നത്. ഞാൻ എൻ്റെ സ്ട്രാറ്റജിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മൂവിങ് ആവറേജ് ഈ 5 എന്നുള്ള സാധനം എപ്പോഴൊക്കെ ഈ 10ൻ്റെയും 15ൻ്റെയും താഴെ പോകുന്നു അതിനുശേഷമാണ് ഈ ബിറ്റ്കോയിൻ, അതായത് ഇപ്പോൾ ബിറ്റ്കോയിൻ എടുത്തെങ്കിൽ അതിൻ്റെ വില കൂടി പോകുന്നു. ശ്രദ്ധിച്ച് നോക്കിയാൽ നിൽക്കണം. അതായത് കുറച്ചു നേരം സൈഡ് വേസും എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിലേക്കും. അപ്പോൾ അത് നോക്കിക്കോ, ഇവിടുത്തെ ഈ ഒരു സെക്ഷൻ നോക്കിക്കോ, മഞ്ഞ ഇതിൻ്റെ ഒപ്പം പോയിട്ട് ഇത് ഇവിടെ താഴ്ന്നു പോയി. അതായത് മൂവിങ് ആവറേജ് 10ൻ്റെയും 15ൻ്റെയും താഴെ പോയതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് പോയി. അപ്പോൾ ആ സമയത്ത് മുതൽ ബിറ്റ്കോയിൻ്റെ വില മുകളിലേക്കാണ് പോയത്. അതായത് അപ്പോൾ നമ്മൾ ഇവിടെ ട്രേഡ് ഒരിക്കലും ഇവിടെ ഒരു സ്ഥലത്ത് എൻ്റർ ചെയ്യാൻ പാടില്ല. നമ്മൾ എപ്പോഴും ട്രേഡ് എൻ്റർ ചെയ്യേണ്ടത് ഈ ഒരു സ്ഥലത്താണ്. അതായത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ മൂവിങ് ആവറേജ് ജസ്റ്റ് മൂവ് തുടങ്ങിയിട്ടുള്ളൂ. 5 10ൻ്റെ മുകളിലേക്ക്, 10ൻ്റെ മുകളിൽ നിന്ന് 15ൻ്റെ മുകളിലേക്ക്. അപ്പോൾ ജസ്റ്റ് 38,174 ഇപ്പോഴത്തെ എമൗണ്ട്. പക്ഷെ അവിടെ നമ്മൾ ട്രേഡ് പ്ലേസ് ചെയ്യാൻ പറ്റില്ല. ട്രേഡ് എപ്പോഴും പ്ലേസ് ചെയ്യേണ്ടത് ഇത് കയറി കഴിഞ്ഞതിന് ശേഷം മാത്രം 38,250 അല്ലെങ്കിൽ 300 അതിന് ശേഷം മാത്രമേ നമ്മൾ ട്രേഡ് പ്ലേസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇത് ചിലപ്പോൾ ഇങ്ങനെ ഇവിടെ വരെ വന്നിട്ട് വീണ്ടും താഴത്തേക്ക് ഡംപ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ലൈൻ ക്രോസ് ചെയ്തതിന് ശേഷം മാത്രം ട്രേഡ് ചെയ്യാന്ന് വയ്ക്കുക. അപ്പോൾ ഇവിടം തൊട്ട് ഇതുവരെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് കയറി പോയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എത്രത്തോളം കയറിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. 2% വില കയറിയിരിക്കുന്നത്. അപ്പോൾ 2% പ്രോഫിറ്റ്. ഇപ്പോൾ നമ്മൾ 1 ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ 2000 രൂപ പ്രോഫിറ്റ്. അപ്പോൾ ഇതാ പറഞ്ഞത്, വലിയ രീതിയിലുള്ള പ്രോഫിറ്റ്സ് നമ്മൾ പ്രതീക്ഷിക്കരുത് ഈ ഒരു ട്രേഡ് ചെയ്യുമ്പോൾ. പിന്നെ ഇത് ബിറ്റ്കോയിൻ ആയതുകൊണ്ട് ഇത്രയും ചെറിയൊരു രീതിയിലുള്ള മൂവ്മെന്റ്, അതായത് 2% ഒക്കെ മൂവ്മെന്റ്. പക്ഷേ വേറെയുള്ള ഓൾട്ട് കോയിൻസിലൊക്കെയാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ പ്രോഫിറ്റുകൾ കിട്ടും. അത് നിങ്ങൾ ഡിപ്പെൻഡ്സ് അപ്പോൺ നിങ്ങൾ ഏത് കോയിൻ ചൂസ് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ ഇതേ രീതി തന്നെയായിരിക്കും നിങ്ങൾ മിക്ക സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ. ഇപ്പോൾ ഈ ഒരു മൂവിങ് ആവറേജ് ഇപ്പോൾ ഡംപിന്റെ സമയത്ത് എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മഞ്ഞ കണ്ടില്ലേ, മൂവിങ് ആവറേജ് 5 എപ്പോൾ ഇതിന്റെ താഴെ പോകണം അവിടെ നിന്ന് മുതൽ ഇവിടം വരെ ഡംപ് ആയി. അത് ഏകദേശം നോക്കുകയാണെങ്കിൽ നമ്മൾ ട്രേഡ് എടുക്കേണ്ടത് ഈ ഒരു മഞ്ഞ 3ൻ്റെയും താഴെ വന്നതിന് ശേഷം മാത്രം. ഇവിടെ നിന്നാണ് ട്രേഡ് എടുത്തെങ്കിൽ നമുക്ക് ഏകദേശം നമ്മൾ മാക്സിമം ഇവിടെ വരെ നോക്കിയെങ്കിലും 3% വരെ നമുക്ക് ഷോർട്ട് ചെയ്ത് തന്നെ കിട്ടും. ഷോർട്ടും ലോങ് എന്ന് പറഞ്ഞ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് ലെവറേജ് ട്രേഡിങ്ങിലാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ക്ലാസ് ഞാൻ വേറെ തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഭയങ്കര റിസ്ക്കിയാണ്. ബിഗിനേഴ്സ് എന്ന രീതിയിൽ നിങ്ങൾ ഒരിക്കലും ചെയ്തത്. ബിഗിനേഴ്സിന് ഏറ്റവും ബെസ്റ്റ് സ്കാൽപ്പിംഗ് സ്ട്രാറ്റജിയാണ് ഇപ്പോൾ കറന്റ് ചെറിയ ഷോർട്ട് ടേം പ്രോഫിറ്റ്സിന് വേണ്ടിയിട്ട്. ഇങ്ങനെയാണ് ചാർട്ട് അനലൈസിൻ്റെ. എപ്പോഴൊക്കെ ഈ 3 പേരെ തമ്മിൽ ഇന്റർസെക്ട് ചെയ്തിട്ട് ഈ ഒരു, അതായത് നമ്മുടെ ഏറ്റവും ഷോർട്ടസ്റ്റ് ടൈം ഫ്രെയിം, അതായത് 5 നമ്മുടെ എടുത്തതിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ടൈം ഫ്രെയിം, ആ ഷോർട്ടസ്റ്റ് ടൈം ഫ്രെയിം എപ്പോൾ ഇതിന്റെ ഈ ഒരു മൂവിങ് ആവറേജ് 10ൻ്റെയും താഴെ പോയിട്ട് മുകളിലേക്ക് പോകുന്നു, അതെപ്പോൾ ബ്രേക്ക് ചെയ്ത് മുകളിൽ പോകുന്നു, അപ്പോഴൊക്കെയാണ് നമ്മൾ ഈ ട്രേഡ് പ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് 10 പ്രാവശ്യം നമ്മൾ ഈ ട്രേഡ് ചെയ്ത് 10 പ്രാവശ്യം ഇങ്ങനെ തന്നെ ആവുമെന്ന് വിചാരിക്കരുത്. അതിൽ 8 പ്രാവശ്യം ചിലപ്പോൾ ഇങ്ങനെ വർക്കൗട്ട് ആവുള്ളൂ. 2 പ്രാവശ്യം നമ്മുടെ അത് നഷ്ടത്തിലാവും. അപ്പോൾ നഷ്ടം വരാതിരിക്കാനാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് മാത്രമേ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ സ്റ്റോപ്പ് ലോസ് എങ്ങനെ ചെയ്യണമെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ എൻ്റെ ബൈനാൻസിൻ്റെയും വാസിറക്സിൻ്റെയും വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് കണ്ടു നോക്കുക. അതായത്
ഇപ്പോൾ ലിമിറ്റ് മാറ്റിയിട്ട് സ്റ്റോപ്പ് ലിമിറ്റ് എടുക്കുക. അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ 36,750 കോയിൻ വാങ്ങി, പക്ഷേ അത് 35,000 സ്റ്റോപ്പ് ലിമിറ്റ് ഇപ്പോൾ ഒരു 36,000 വയ്ക്കുക. അപ്പോൾ 36,000 നമ്മൾ 36,750 കോയിൻ വാങ്ങി, പക്ഷേ ഇപ്പോൾ 36,000 താഴെ കോയിൻ പോകുന്നു. അപ്പോൾ 36,000 അത് വിറ്റ് കളയും. അപ്പോൾ നമ്മുടെ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റോപ്പ് ലിമിറ്റ് യൂസ് ചെയ്യുന്നത്. അത് എല്ലാവരും നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റോപ്പ് ലിമിറ്റ് വയ്ക്കാൻ പറയുന്നത്. കാരണം ഞാൻ പറഞ്ഞു, നമ്മൾ വെക്കാതിരുന്ന അതിൻ്റെ താഴേക്ക് വല്ലാണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയൊരു നഷ്ടമായിരിക്കും. അപ്പോൾ ആ നഷ്ടം കുറയ്ക്കാനായിട്ടാണ് സ്റ്റോപ്പ് ലിമിറ്റ് യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചുതരാം. ഇപ്പോൾ ഓൾറെഡി ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ, ഈ ഒരു സിറ്റുവേഷൻ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ മൂവിങ് ആവറേജ് 5 എല്ലാത്തിലും ഇന്റർസെക്ട് ചെയ്ത് താഴേക്ക് വന്നിട്ട് ഇത് മുകളിലേക്ക് പോയി. അപ്പോൾ നമ്മൾ വിചാരിക്കും പ്രോഫിറ്റിലായിരിക്കുന്നു. അപ്പോൾ സ്റ്റോപ്പ് ലിമിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് ഡംപ് ആകുന്ന സമയത്ത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ലിമിറ്റ് കൊണ്ട് കട്ടാവും. അപ്പോൾ നമുക്ക് നഷ്ടം അധികം വരാത്ത രീതിയിൽ. പക്ഷേ നമ്മൾ സ്റ്റോപ്പ് ലിമിറ്റ് അങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ നോക്കിയൊക്കെ ഏകദേശം നമ്മൾ ഇവിടെ നിന്നാണ് ട്രേഡ് എടുത്തെങ്കിൽ ഇവിടം വരെ പോയി കഴിഞ്ഞാൽ നമുക്ക് 7% നഷ്ടം. അപ്പോൾ ലാഭം 2%, നഷ്ടം 7% ഉണ്ടായി. പക്ഷെ ആ സമയത്ത് നമ്മൾ ഇതിന് തൊട്ട് താഴെ ഇവിടെ ഈ അടുത്തെങ്കിലും ഒരു 1% താഴെ അല്ലെങ്കിൽ 0.5% താഴെ വെച്ചിരുന്നെങ്കിൽ നമുക്ക് അത്രയും നഷ്ടം കുറയും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, 10 പ്രാവശ്യം ഈ ട്രേഡ് സക്സസ്ഫുൾ ആയിരിക്കില്ല, പക്ഷെ 10 8 പ്രാവശ്യം വേണമെങ്കിൽ ഈ ട്രേഡ് സക്സസ്ഫുൾ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ സ്റ്റോപ്പ് ലിമിറ്റ് വെച്ചിട്ട് വേണം ട്രേഡ് ചെയ്യാനായിട്ട്. അപ്പോൾ വലിയ നഷ്ടം നമുക്ക് ഉണ്ടാവില്ല. പക്ഷെ അതേപോലെ തന്നെ ലാഭത്തിന്റെ അളവും കുറവായിരിക്കും. പക്ഷെ നമ്മൾക്ക് ഒരു ദിവസം ഒരു ഇതൊക്കെ നടക്കണത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ ഈ ഒരു എക്സാമ്പിളിനെ കാണിച്ചു, ഞാൻ പറഞ്ഞ സ്ഥലത്ത് തന്നെ കാണിച്ചു തരാം. ഇതാ ഈ ഒരു എക്സാമ്പിൾ, ഇത് കണ്ടില്ല, ഇവിടെ നമ്മൾ ട്രേഡ് എടുത്തിട്ട് ഏകദേശം 1 മണിക്കൂറിന്റെ മേലെ ഒന്നും ഈ ട്രേഡ് പോയിട്ടുണ്ടാവില്ല. കാരണം ഇവിടെ നമ്മൾ എൻട്രി ചെയ്തു, ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്തു. അപ്പോൾ 1 മണിക്കൂറിൽ നമ്മളൊരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ചില ട്രേഡുകൾ ഇത്രയും കൂടി പോയില്ല, ചിലപ്പോൾ ഒരു 15 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് ട്രേഡ് എക്സിറ്റ് ആയി പോകും. കാരണം നമുക്ക് അത്രയും പ്രോഫിറ്റ് മതിയെങ്കിൽ അത്ര ധാരാളം. അതുകൊണ്ട് എക്സിറ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ട്രേഡ് തുടങ്ങാം. അപ്പോൾ ഒരു ദിവസത്തിൽ ഇതേപോലത്തെ 10 ട്രേഡ് വരെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓരോ ട്രേഡിൽ 1000 വെച്ചെടുത്താൽ പോലും നിങ്ങൾക്ക് 10,000 രൂപ ഒരു ദിവസം ഈസി ആയിട്ട് ഉണ്ടാകും. അപ്പോൾ ഈ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി ഇങ്ങനെയാണ്. മാക്സിമം 1 മണിക്കൂറിൽ നമ്മൾ എക്സിറ്റ് ചെയ്തിരിക്കും. കാരണം ചെറിയ രീതിയിലുള്ള പ്രോഫിറ്റ്സ് നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. അതേപോലത്തെ ഒരു 10 ട്രേഡ് നടത്തി കഴിഞ്ഞാൽ അത് 20% ആയി മാറാൻ 2% എന്നുള്ളത്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ. ഒരിക്കലും നമ്മൾ 10,000 ഇട്ടിട്ട് 11,000 ഉണ്ടാക്കി എന്നിട്ട് വീണ്ടും 11,000 ഫുൾ ഇട്ടരുത്. 10,000 ഇടാൻ പാടുള്ളൂ. എല്ലാത്ത എമൗണ്ട് ഇട്ടിട്ട് എല്ലാം കൂടി കൊണ്ട് കളയരുത്. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ എപ്പോഴും ട്രേഡ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് എടുത്തിട്ട് ഇട്ട എമൗണ്ട് തന്നെ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുക, എന്നിട്ട് മാത്രം ട്രേഡ് നടത്തുക. അപ്പോൾ ഈ ഒരു സെയിം സ്ട്രാറ്റജി ഞാൻ എൻ്റെ ഒരു കസിന് പറഞ്ഞു കൊടുത്തു. അവൻ ആ സെയിം സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് തന്നെ ഏകദേശം ഒറ്റ ദിവസം കൊണ്ട് ഏകദേശം 50,000 എന്നുള്ളത് ഒരു 55,000 56,000 രൂപയ്ക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഐഡിയും ഇതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ലോഗിൻ ചെയ്തിട്ടുണ്ട്. വസീറക്സിലാണ് അവൻ ചെയ്തേക്കുന്നത്. ഇപ്പം ഞാൻ കാണിച്ചത് ഫുള്ള് ബൈനാൻസിലാട്ടോ. ബൈനാൻസിലും ചെയ്യാം, വസീറക്സിലും ചെയ്യാം. വസീറക്സിലാകുമ്പോൾ നമുക്ക് INR കാൽക്കുലേറ്റ് ചെയ്യാം, ബൈനാൻസിലാകുമ്പോൾ USDT കാൽക്കുലേറ്റ് ചെയ്യണം. സ്കാൽപ്പിംഗ് സ്ട്രാറ്റജി തന്നെയാണ്. പക്ഷെ അവൻ ഫുൾ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഫുള്ള് നോക്കാതെ അവൻ്റെ രീതിയിൽ തന്നെ ഒരു ഐഡിയയിൽ ചെയ്തു. അവന് ഒരു വിഷൻ ഉണ്ടായിരുന്നു. അവൻ 5% 10% പ്രോഫിറ്റ് മതി, അതിൽ കൂടുതൽ വേണ്ട. കോയിൻ എത്ര കൂടിയാലും അവൻ്റെ പ്രോഫിറ്റ് കിട്ടി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവൻ വിഡ്രോ ചെയ്യും. അപ്പോൾ ആ രീതിയിൽ അവൻ്റെ വിഷൻ ക്ലിയർ ആയിരുന്നു. അപ്പോൾ ആ രീതിയിൽ അവൻ ട്രേഡ് ചെയ്ത്. ഇപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ വിഷൻ ക്ലിയർ ആണ്, നിങ്ങൾക്ക് 5% 10% പ്രോഫിറ്റ് മതി, അങ്ങനെ വെച്ച് മൾട്ടിപ്പിൾ ട്രേഡ്സ് ചെയ്യാൻ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് സ്കാൽപ്പിംഗ് സ്ട്രാറ്റജിയാണ്. ചാർട്ട് അനലൈസ് ചെയ്യുമ്പോഴാണ് സ്കാൽപ്പിംഗ് സ്ട്രാറ്റജി ആണ്. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ പ്ലേ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഒരു സ്ട്രാറ്റജി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ ഈ ഐഡിയ പറഞ്ഞു കൊടുത്തു ഇങ്ങനെ ചെയ്യാന്ന്. പക്ഷെ അവൻ്റെ രീതിയിൽ തന്നെ ആ ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യാനിത്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. അവൻ BTT കോയിൻസ് വെച്ചാണ് ചെയ്തത്. അതായത് കഴിഞ്ഞ മാസം ഏപ്രിൽ 2-ാം തീയതി ആയിട്ട് വാങ്ങിയത്. അതായത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, 2-ാം തീയതി 3.21, 3.33, 6.5 10,000 രൂപയ്ക്ക് 3 പ്രാവശ്യം BTT വാങ്ങി. അത് വാങ്ങിയത് 0.41 42 ഈ 3 ആവറേജിലാണ്. അത് തന്നെ 3-ാം തീയതി രാവിലെ 8:30 വിറ്റു. അതായത് 0.50 വെറും 20% പ്രോഫിറ്റ് ആയിട്ടുള്ള, അതിലും കൂടുതൽ ഗ്രോത്ത് ആയി ആ വിറ്റതിന് ശേഷം. പക്ഷെ അവൻ 36,000 രൂപയ്ക്ക് വിറ്റു. അവൻ്റെ വിഷൻ ഓക്കെ ആയിരുന്നു. അവന് അത്രയും മതി പ്രോഫിറ്റ്. 30,000 രൂപയ്ക്ക് വാങ്ങി 36,000 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ വെറും 12 മണിക്കൂർ ഹോൾഡ് ചെയ്തതിന് അവന് കിട്ടിയത് 6,000 രൂപയാണ് പ്രോഫിറ്റ്. അവൻ വിചാരിച്ചു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കായിരുന്നു. അവനെ ഹോൾഡ് ചെയ്തതിന് ന്യൂ ഇവിടെ. പക്ഷെ അവന് അത്ര മതിയായിരുന്നു. അവൻ അതിൽ എക്സിറ്റ് ചെയ്തു. എന്നിട്ട് അവൻ എന്ത് ചെയ്തു, 8:30 എക്സിറ്റ് ചെയ്തിട്ട്, അതായത് അവൻ്റെ പ്രോഫിറ്റ് എടുത്തിട്ട് വീണ്ടും അവൻ ഇട്ട പൈസ മാത്രമേ ഇട്ടുള്ളൂ. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 8:30 9 മനസ്സിലാവും. 30,000 ഇട്ടിരുന്ന വീണ്ടും 36,000 എടുത്ത്, എന്നിട്ട് 30,000 വീണ്ടും ഇട്ടു. 6,000 പ്രോഫിറ്റ് ആണ്. അതായത് 0.49 2 പ്രാവശ്യമായിട്ട് എടുത്തു. പിന്നെ മുകളിൽ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അവൻ അത് 0.5009 വിറ്റായത് 1,000 രൂപ പ്രോഫിറ്റ് വീണ്ടും ഉണ്ടാക്കി. അപ്പോൾ 7,000 പ്രോഫിറ്റ് ആയി രാവിലെ ആയിട്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ വേറെയും കുറേ ട്രേഡ്സ് ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം വീണ്ടും അവൻ 30,000 രൂപ ഇട്ടിട്ട് തന്നെ വീണ്ടും ആ കോയിൻസ് വാങ്ങി. അപ്പോൾ ഈ ഒരു രീതിയിൽ അവൻ കണ്ടിന്യൂ ചെയ്തിട്ട് ഏകദേശം 8,000-ഓളം രൂപ ഉണ്ടാക്കി. അതിൽ 2 പ്രാവശ്യം നഷ്ടം വന്നു. അതായത് 2,000 രൂപയോളം കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ആ ട്രേഡ് വീലുണ്ട്. അപ്പോൾ ജസ്റ്റ് തൊട്ട് മുമ്പത്തെ ട്രേഡ് കഴിഞ്ഞിട്ടുള്ള ട്രേഡ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 3,000 സംതിങ് നഷ്ടം വന്നു. ഇവിടെ 3,200 രൂപ നഷ്ടം വന്നു. അപ്പോൾ പക്ഷേ അവന് കിട്ടിയ പ്രോഫിറ്റ് ഇതൊരു 6,000. പക്ഷേ ഇതിന് ശേഷം വീണ്ടും അവൻ ട്രേഡ് പ്ലേസ് ചെയ്തു 28,000 രൂപ. പക്ഷേ അപ്പോഴും അവൻ ലാഭം തൊട്ടില്ല. അവൻ്റെ ഇൻവെസ്റ്റ്മെന്റ് മാത്രം അവൻ തിരിച്ച് വീണ്ടും ഇട്ടുള്ളൂ. 54 മേടിച്ച്. എന്നിട്ട് അവൻ അത് കുറച്ചുകൂടി കൂടിയപ്പോൾ അത് വിറ്റു. അപ്പോൾ ആ രീതിയിൽ അവൻ ആ നഷ്ടം ഓക്കെ ആക്കി.
പക്ഷെ അവന് പ്രോഫിറ്റ് എങ്ങനെ പോയിട്ടുണ്ടായിരുന്നു 6000 മുതൽ 8000 റുപ്യ അവൻ ഒറ്റ ദിവസത്തെ ട്രേഡ് കൊണ്ടുണ്ടാക്കി. അവന് ഇത് ഫുൾ ടൈം ചാർട്ട് അനലൈസ് ചെയ്തിട്ടില്ല അവൻ ഇരുന്നത്. അവൻ ജസ്റ്റ് നോക്കി അവൻ ഒരു എമൗണ്ട് ഇട്ടു. എന്നിട്ട് അവൻ സെൽ ഓർഡർ അപ്പൊ തന്നെ പ്ലേസ് ചെയ്തിട്ടു. ഏകദേശം ഇത്ര മതി എനിക്ക് പ്രോഫിറ്റ് എന്ന രീതിയിൽ. അപ്പൊ അത് എക്സിക്യൂട്ട് ആവുകയും ചെയ്തു. അപ്പൊ അത് ഓട്ടോമാറ്റിക് എക്സിറ്റ് ആവും. അപ്പൊ അവൻ എന്ത് ചെയ്തു, ഈ 30,000 ഇട്ടിട്ട് 36,000 ആക്കി. എന്നിട്ട് ആ 36,000 ഇട്ടിട്ട് അവൻ ട്രേഡിംഗ് ഇട്ടില്ല, 30,000 ഇട്ടുള്ളൂ. 6,000 പ്രോഫിറ്റ് അവൻ മാറ്റി വെച്ചു. പിന്നെ നഷ്ടം വന്നപ്പോൾ എത്രയാണ് നഷ്ടം വന്നത്, ഇപ്പോൾ 2000 3000 സംതിങ് നഷ്ടം വന്നില്ലേ, എന്നിട്ട് അവൻ 30,000 ആക്കിയിട്ടില്ല, അവൻ 27 സംതിങ്ങിന് ഇട്ടുള്ളൂ. എന്നിട്ട് വീണ്ടും അത് 30,000 ആക്കി. അപ്പൊ ആ രീതിയിൽ വേണം നമ്മൾ നമ്മുടെ ട്രേഡിങ്ങിന്റെ ലോസ് കോപ്പ് അപ്പ് ചെയ്യാൻ. ഒരിക്കലും നമ്മൾ കൂടുതൽ എമൗണ്ട് അതിലേക്ക് ഇട്ടിട്ട് കൂടുതൽ നഷ്ടം വരുത്തി വെക്കരുത്. നമ്മൾ ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക. പിന്നെ സ്റ്റോപ്പ് ലിമിറ്റ് എപ്പോഴും യൂസ് ചെയ്യുക ട്രേഡിംഗ് യൂസ് ചെയ്യുമ്പോൾ. സ്കാൽപിംഗ് സ്ട്രാറ്റജിയിൽ എസ്പെഷ്യലി നിങ്ങൾ യൂസ് ചെയ്തിരിക്കണം. കാരണം പെട്ടെന്ന് മാർക്കറ്റ് ആ ഒരു സമയം കൊണ്ട് ഇതേപോലെ തന്നെ 2-3 ദിവസം മുമ്പ് ഉണ്ടായ പോലെ ഡംപ് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു നഷ്ടം വരാതിരിക്കും. അതുകൊണ്ടാണ് സ്റ്റോപ്പ് ലിമിറ്റ് യൂസ് ചെയ്തിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാൻ പറയുന്നത്. പിന്നെ ഈ സ്ട്രാറ്റജി ഉപയോഗിക്കുന്നവരാരും കോയിൻസ് 1 മണിക്കൂറിന് നേരത്തെ മേലെ ഹോൾഡ് ചെയ്യില്ല. അപ്പോഴേക്കുമുള്ള പ്രോഫിറ്റ് കൊണ്ട് എക്സിറ്റ് ആവാണ് പതിവ്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ദിവസം 10 ട്രേഡ് വേണമെങ്കിൽ പ്ലേസ് ചെയ്യാം. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് ട്രേഡ് പ്രോഫിറ്റ് വരുന്നുണ്ടെങ്കിൽ 5-20 പ്രാവശ്യം നിങ്ങൾക്ക് ആ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ എപ്പോഴും നോക്കേണ്ടത് ഡിപ്പിൽ മാത്രമേ കോയിൻസ് വാങ്ങാൻ പാടുള്ളൂ. വല്ലാതെ കയറി നിൽക്കുന്ന സമയത്ത് ഈ ഒരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്ത് കോയിൻസ് വാങ്ങാൻ പറ്റില്ല. ഞാൻ പറയാൻ വിട്ടുപോയി ആ ഒരു ഗ്രാഫ് കാണിക്കുന്നുണ്ടെങ്കിൽ വല്ലാതെ കയറി നിൽക്കുന്ന സമയത്ത് ഈ സ്ട്രാറ്റജി അപ്ലൈ ചെയ്യാൻ പാടില്ല. കാരണം അത് ഫോമോ ബൈങ് എന്ന് പറയും. നമ്മൾ ആ ഫോമോയിൽ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അവിടെ നിന്ന് പെട്ടെന്ന് ഡൗൺ ആവും. ലെവറേജ് ട്രേഡിംഗ് ഉപയോഗിച്ചിട്ട് നമുക്ക് വില കയറിയാലും വില താഴുമ്പോഴും ലാഭം ഉണ്ടാക്കാനുള്ള ഐഡിയാസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഉടനെ ചെയ്യാം. കാരണം കുറച്ചത് കോംപ്ലിക്കേറ്റഡ് ആണ്. ബിഗിനേഴ്സിനെ ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. പിന്നെ ലെവറേജ് ട്രേഡിംഗ് ഞാൻ അധികം ആർക്കും റെക്കമെൻഡ് ചെയ്യാറില്ല. പിന്നെ അത് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഒരുപാട് പേര് ഈൽഡ് ഫാമിങ്ങിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാനത് ഉടനെ ചെയ്യാവുന്നതാണ്. കാരണം അതിന് അത്യാവശ്യം ഫണ്ട് നിങ്ങൾക്ക് വേണം. ഒരു നല്ലൊരു പ്രോഫിറ്റ് വേണമെങ്കിൽ $500 വെർത്തായിട്ടുള്ള കോയിൻസ് നിങ്ങൾക്ക് കയ്യിൽ വേണം. പിന്നെ റിസ്ക് എടുക്കാൻ റെഡി ആയിരിക്കണം. അപ്പോൾ ഈ രണ്ടും ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ തീർച്ചയായിട്ടും ഈൽഡ് ഫാമിനെ കുറിച്ചുള്ള വീഡിയോ ഇടാം. ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് താഴെ കമന്റ് സെക്ഷനിൽ പോയിട്ട് കമന്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോ എന്തിനെ കുറിച്ചാണ് വേണ്ടതെന്നുള്ളതിന്. അപ്പോൾ ഈ ഒരു സ്കാൽപിംഗ് സ്ട്രാറ്റജി എല്ലാവർക്കും മനസ്സിലായി കാണുന്നതായിരിക്കുന്നു. പിന്നെ എൻ്റെ ടെലഗ്രാമിലെ ചാനലിൻ്റെ ലിങ്ക്സ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ അറിയുന്നവർ കുറേ പേരുണ്ടായില്ല, അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നതായിരിക്കുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിയിലോ ആർക്കെങ്കിലും ക്രിപ്റ്റോ കറൻസി ട്രേഡിങ്ങിലേക്ക് വരാൻ താല്പര്യമുണ്ട്, അവർക്ക് ബിഗിനർ ആണെങ്കിൽ അവർക്ക് ഈ ചാനൽ തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഈ ചാനൽ നിങ്ങളും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഓൺ എന്നിവ വിളക്കുക. എങ്കിൽ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.